ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമ്മൾ ആർമി ക്വാർട്ടേഴ്സിൻ്റെ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മളെ മുറ്റത്തുള്ള ചെറിയ മരങ്ങളും ചെടികളൊക്കെയാണ്. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഈ റൂം ചേഞ്ച് ആവേണ്ടി വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മാറേണ്ടി വന്നാൽ പിന്നെ ഈ ഒരു ക്വാർട്ടറിൻ്റെ വീഡിയോ ഇല്ലാണ്ടായിപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ താഴത്തെ നിലയിലാണ് കേട്ടോ താമസിക്കുന്നത്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇത് ഇവിടെയായിട്ട് നമ്മളെ ഫ്രണ്ട് ഡോറ് വരുന്നത് കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീനും പിന്നെ കുട്ടികളെ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. അകത്ത് നിന്ന് വേറൊരു ഡോറും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ തുറക്കാറില്ല. ഇത് ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പം നമുക്ക് അകത്തേക്ക് പോയാലോ. ഇവിടെ ആർമി ക്വാർട്ടേഴ്സിൽ ഇതുപോലെ 2 വാതിലുകൾ ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മളെ ലിവിങ് റൂം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും അകം വിശാലമാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരുപാട് സൗകര്യങ്ങളോ മുറികളോ ഒന്നും ഇല്ലെങ്കിലും ഇതിനുള്ളിൽ ഒരുപാട് സന്തോഷങ്ങളും നല്ല ഓർമ്മകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സൗകര്യക്കുറവായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇവിടെയുള്ള ഈ ചെയറും ടേബിളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ കൂടുതലും ആരും പുതിയതൊന്നും വാങ്ങൂല, സെക്കൻഡ് ഹാൻഡൊക്കെ ആട്ടോ വാങ്ങാം. ഇത് ഒരുപാട് പഴക്കമുള്ള ക്വാർട്ടേഴ്സാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം ഇത് മാറ്റിയെടുത്തതാണ്. പിന്നെ ഇതാ ഞാൻ പുറത്തുനിന്ന് കാണിച്ച ഫ്രണ്ട് ഡോർ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇത് പിന്നെ നമുക്ക് തുറക്കേണ്ട ആവശ്യം അങ്ങനെ വരാറില്ല. ഈ വാതിലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വാഷ് ബേസ് വരുന്നത്. അതിനൊപ്പം തന്നെ ടോയ്ലറ്റും ബാത്റൂമും വേറെ വേറെ ആയിട്ടാണ്. ആർമി ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് പോകേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നല്ല ഓർമ്മകൾക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നത്. നാളെ ഈ സ്ഥലം മാറിപ്പോയാലും ഈ വീഡിയോ കാണുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ വരും. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചണ്. ഇവിടെ ഉള്ള ആളുകളെ ക്വാർട്ടറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അവരൊരുപാട് സാധനങ്ങളൊക്കെ കൊണ്ട് നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അത്ര സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. കാരണം അവസാനം നമ്മൾ പോകുന്ന ടൈമിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. 3 വർഷമൊക്കെ നമ്മളൊരു ക്വാർട്ടറിൽ ഉണ്ടാവുള്ളൂ. ഈ ഒരു സമയത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം നമുക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാവും. കൂടാതെ ഇപ്പം പണ്ടത്തെ പോലെയല്ല, കുട്ടികൾ 2 കൂടെ ഉണ്ടല്ലോ. അവരെ സാധനങ്ങളും എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇവിടെ ഇത് അടിയിലായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വെക്കാനുള്ള കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ, പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പൈപ്പിലെ വെള്ളം നല്ലതല്ലാത്തതുകൊണ്ട് ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് കേട്ടോ കുടിക്കുക. ഒരുപാട് പുതിയ സാധനങ്ങളോ പാത്രങ്ങളോ ഒന്നുമില്ല, ഉള്ളതൊക്കെ കൊണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ പിന്നെ നമ്മൾ ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതാ ഇവിടുന്ന് നേരെ പോകുമ്പം ഇതാണ് കേട്ടോ നമ്മളെ ബെഡ്റൂം. ഇവിടെ അകത്തേക്ക് അധികം വെളിച്ചം കിട്ടൂല കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വെളിച്ചം കുറവായതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മക്കളൊരു ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കട്ടിലും ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഈ റൂമിൽ പിന്നെ കാര്യമായിട്ട് എൻ്റെ കുറച്ച് ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കണ്ണാടി അത് ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ്. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോൾ ഇതുപോലെ ബോട്ടിൽ ആർട്ട് ചെയ്യാനും പിന്നെ ചെറിയ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്. അങ്ങനെയുള്ള സാധനങ്ങളാവുമ്പോൾ നമുക്ക് അവസാനം പോകുമ്പോൾ കളഞ്ഞു പോയാലും പ്രശ്നമില്ലല്ലോ. റൂം താഴെ ആയതുകൊണ്ട് തന്നെ റൂമിലൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ജനലിൻ്റെ ഭാഗത്തുനിന്ന് നല്ല കാറ്റ് വരും കേട്ടോ. അപ്പോൾ ഈ റൂമിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബ്ലൂ കളറിൽ കാണുന്നത് അലമാരയാണ് കേട്ടോ. അതിൽ പിന്നെ ഫുൾ എൻ്റെ ഡ്രസ്സുകളാണ്. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ. ഈ റൂമിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അധികമായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഈ റൂമിലാണ് വെക്കുക. പിന്നെ കുട്ടികൾ കളിക്കുന്നത് ഈ റൂമിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റൂമിൽ ഒരു കട്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒന്നാണ് കേട്ടോ മയിൽപ്പീലി. ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ കൂടെ എപ്പോഴും മയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
അതിൻ്റെ മയിൽപ്പീലി കിട്ടും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബോക്സ് നിറച്ച് കുട്ടികളെ കളിക്കുന്ന സാധനങ്ങളാണ്. വീഡിയോ എടുക്കാനെങ്കിൽ ഞാനതൊന്ന് മാറ്റിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ രണ്ടാളും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അവരെ പുസ്തകങ്ങളും ഹസ്ബൻഡിൻ്റെ യൂണിഫോം, ഷൂസ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഈ റൂമിലാണ് വെച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് തന്നെ പല രീതിയിലും വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. എത്രത്തോളം ശരിയായി എന്നൊന്നും അറിയില്ല. ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ അകത്താണെങ്കിലും പുറത്താണെങ്കിലൊക്കെ നല്ല സുരക്ഷിതമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.